വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കേരളം മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവതാളത്തിലായി വലിയ രീതിയിലുള്ള പനി, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ കോളറ, ഷിഗല്ല, നിപ്പ ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ കേരളത്തിൽ ഇപ്പോഴും പടർന്ന് വരികയാണ്. നിപ്പ പോലുള്ള വളരെ ഗൗരവമുള്ള, ചികിത്സിച്ചാൽ തന്നെ ഭേദമാക്കാൻ പ്രയാസപ്പെടുന്ന, ലോകം മുഴുവൻ ഉത്കണ്ഠപ്പെടുന്ന രീതിയിലുള്ള ഒരു അസുഖം, അതാണ് നിപ്പ ബാധിതരായ രോഗികളെ സംബന്ധിച്ചുള്ളത്. ജനങ്ങൾ തന്നെ ഉത്കണ്ഠപ്പെടുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗൗരവതരമായ പ്രതിരോധ പ്രവർത്തനം നടത്താൻ ആകെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ജനപ്രതിനിധികൾ എല്ലാവരും ചേർത്ത് മുൻകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലും നിപ്പോൾ കോഴിക്കോട് വന്നു. അതിനുശേഷം ശോഭന ജോർജ് മന്ത്രിയായിരുന്നപ്പോഴും വീണ ജോർജ് മന്ത്രിയായിരുന്നപ്പോഴും ഈ പ്രശ്നം വന്നു. അപ്പോഴൊക്കെ എന്താ ചെയ്തത്? അവരവിടെ ഓടിയെത്തി പ്രതിരോധത്തിന് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. ഈ പ്രശ്നം വന്നു എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. മന്ത്രി യഥാർത്ഥത്തിൽ ഫലപ്രദമായ ഒരു ഇടപെടലിന് ശ്രമിക്കാതെ നേരെ തിരിച്ച് വരികയാണ് ചെയ്തത്. അതാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം. പിന്നീട് എന്താണ് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതുവരെ അത് ശരിയായിട്ടില്ല. അവിടെ MLA മുൻ മന്ത്രി റിയാസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഫലപ്രദമായൊരു ഇടപെടൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ സഹകരിപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഈ സങ്കീർണമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്നതിന് പകരം ഡയറക്ടറെ തന്നെ മാറ്റുകയാണ്. ഡയറക്ടറെ തന്നെ സ്ഥലം മാറ്റുക മാത്രമല്ല, അവരുടെ പേരിൽ നടപടി പോലെ തരം താഴ്ത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഉത്കണ്ഠപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഫലപ്രദമായിട്ട് അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം കൊടുക്കേണ്ടുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരെയും മുന്നോട്ടേക്ക് നയിക്കേണ്ടുന്ന ഗവൺമെൻറ്, അതുപോലെ തന്നെ മന്ത്രി ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറ്റിന് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കാണ്. ഞാൻ ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് പറഞ്ഞു. ആ രീതിയിൽ അടിയന്തരമായി, ഇതിപ്പോൾ ഒരു വീഴ്ച എന്നുള്ളത് കൊണ്ട് ഇത് അവസാനിപ്പിക്കാനല്ല, അടിയന്തരമായി ഇടപെട്ട് ഫലപ്രദമായ രീതിയിലുള്ള രോഗപ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം ആവശ്യമായ സമീപനം സ്വീകരിക്കണം. അതിന് CPIM-ൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം.